41 വാർഡ് മുനിസിപ്പൽ ഓഫീസ് വാർഡിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഫലം. ജംഗ്ഷൻ ശ്രീമതി അമ്മുക്കുട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 200. തുടർഭരണത്തിൽ ഹാട്രിക്കുമായി പൊന്നാനി നഗരസഭയിൽ LDFന് മിന്നും വിജയം. 53 വാർഡുകളുള്ള പൊന്നാനി നഗരസഭയിൽ 32 വാർഡുകളിൽ വിജയിച്ചാണ് LDF ഭരണം നിലനിർത്തിയത്. 18 വാർഡുകളിൽ UDF വിജയിച്ചു. 2ഇടത്ത് BJPയും 1ഇടത്ത് SDPIയും വിജയിച്ചു. ജില്ലയിലെ 12 നഗരസഭകളിൽ 11ലും പരാജയപ്പെട്ട LDFന്റെ പൊന്നാനിയാണ് ഏക കരുത്ത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 51 വാർഡുകളുണ്ടായിരുന്ന പൊന്നാനി നഗരസഭയിൽ 38 വാർഡുകളിൽ LDF വിജയിച്ചിരുന്നു. 10 വാർഡുകളിൽ മാത്രമാണ് UDFന് വിജയിക്കാനായത്. 3 വാർഡുകൾ BJPക്കുണ്ടായിരുന്നു. ഇത്തവണത്തെ വാർഡ് പുനർനിർണയത്തിൽ വാർഡുകളുടെ എണ്ണം 2 എണ്ണം വർദ്ധിച്ച് 53 ആയി. ഇത്തവണ 6 വാർഡുകൾ LDFന് കുറഞ്ഞപ്പോൾ 8 എണ്ണം UDFന് കൂടി. BJPക്ക് 1 വാർഡ് കുറഞ്ഞു. SDPIയുടേത് ആദ്യ വിജയമാണ്. LDFന് ലഭിച്ച 32 വാർഡുകളിൽ 30 എണ്ണം CPMന്റേതാണ്. 1 വാർഡിൽ LDF സ്വതന്ത്രയും 1ഇടത്ത് INLും വിജയിച്ചു. CPIക്ക് എവിടെയും വിജയിക്കാനായില്ല. UDFന് ലഭിച്ച 18 വാർഡുകളിൽ 10ഇടത്ത് കോൺഗ്രസും 8ഇടത്ത് മുസ്ലിം ലീഗും വിജയിച്ചു. നാല് വാർഡുകളിൽ വെൽഫെയർ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല. എഴുപത്തിരുത്തി മേഖലയിൽ LDF മേൽക്കോയ്മ നിലനിർത്തി. തീരദേശത്ത് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാനായില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തീരദേശത്തെ 12 വാർഡുകളും LDF വിജയിച്ചിരുന്നു. ഇത്തവണ 5 വാർഡുകൾ LDFന് നഷ്ടമായി. 2 വാർഡുകൾ വീതം കോൺഗ്രസും ലീഗും 1 വാർഡ് SDPIയും പിടിച്ചെടുത്തു. CPM പ്രവർത്തകർ സ്വതന്ത്രരായി മത്സരിച്ച തീരദേശത്തെ 52-53 വാർഡുകളിൽ UDF വിജയിച്ചു. 2ഇടത്തും CPI ആണ് മത്സരിച്ചത്. ടൗൺ മേഖലയിൽ മുസ്ലിം ലീഗിന് കാര്യമായ മുന്നേറ്റം സാധ്യമാക്കാനായില്ല. വിജയം പ്രതീക്ഷിച്ച വാർഡുകളിൽ പലതും ലീഗിനെ കൈവിട്ടു. തെക്കേപ്പുറം ടൗൺ വാർഡുകൾ ലീഗിന് തിരിച്ചുപിടിക്കാനായില്ല. ചാണ, വണ്ടിപ്പേട്ട വാർഡുകൾ ലീഗ് തിരിച്ചുപിടിച്ചു. കടവനാട് മേഖലയിൽ CPM മികച്ച മുന്നേറ്റം തുടർന്നു. BJP സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും വിജയിക്കാനായില്ല. കോൺഗ്രസിന് ലഭിച്ച 10 സീറ്റുകളിൽ 8ഉം എഴുപത്തിരുത്തി മേഖലയിൽ നിന്നാണ്. 2 സീറ്റുകൾ തീരദേശത്തു നിന്നും.